ിലേക്ക് വീണ്ടും മലപ്പുറം കാക്കഞ്ചേരിയിൽ ആംബുലൻസുകൾ ബ്ലോക്കിൽപ്പെട്ട് ചികിത്സ വൈകിയതിനെ തുടർന്ന് 2 രോഗികൾ മരിച്ചു. എടരിക്കോട് സ്വദേശി സുലേഖ, വള്ളിക്കുന്ന് സ്വദേശി ഷജിൽ കുമാർ എന്നിവരാണ് മരിച്ചത്. ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് പ്രദേശത്ത് വലിയ ഗതാഗതക്കുരുക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുന്നു. ഷഹദ്, വലിയ വേദനയുണ്ടാക്കുന്ന വാർത്തയാണ്. എന്ത് സംഭവിച്ചാണ് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്? ഇങ്ങനെ എത്ര നേരം കുടുങ്ങിക്കിടന്നു ഷഹദ്? റജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ വേദന ജനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം കൃത്യമായിട്ട് ചികിത്സ ലഭിക്കാതെ വഴിയിൽ കിടന്ന് മരിക്കേണ്ട ഒരു സാഹചര്യം. അതാണ് കഴിഞ്ഞ ദിവസം മലപ്പുറവും അതുപോലെ തന്നെ കോഴിക്കോടിനെയും ബന്ധിപ്പിക്കുന്ന ദേശീയപാതയിൽ സംഭവിച്ചിട്ടുള്ളത്. അതായത് മലപ്പുറം കാക്കഞ്ചേരിയിലെയാണ് ഈ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എടരിക്കോട് കളത്തിങ്കൽ വീട്ടിൽ സുലേഖ, അതുപോലെ തന്നെ വള്ളിക്കുന്ന് അരിയല്ലൂർ കോട്ടാശ്ശേരി സ്വദേശി ഷിജിൽ കുമാർ എന്നിവരാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ കോട്ടക്കൽ മിംസിൽ നിന്നുമാണ് സുലേഖയെ വൈകിട്ട് 5:30 ഈ ഇക്ര ആശുപത്രിയിലേക്ക്, കോഴിക്കോടുള്ള ഇക്ര ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സാധാരണഗതിയിൽ ഒരു 40-50 മിനിറ്റിനകം ആംബുലൻസിൽ വരുമ്പോൾ ഈ ഇക്ര ആശുപത്രിയിൽ എത്തുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം അത് ഉണ്ടായില്ല. അരമണിക്കൂറല്ല, അതിൽ കൂടുതൽ 1 മണിക്കൂറിനടുത്ത് ഈ റോഡിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറെ വേദന ജനിപ്പിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെയാണ് ഹൃദയസ്തംഭനത്തെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തതായിരുന്നു ഷിജിൽ കുമാറിനെ. വൈകിട്ട് 7:30 ഇവർ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ കൃത്യസമയത്ത് അവിടെ എത്താൻ സാധിച്ചില്ല. വഴിയിൽ കിടന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറെ വേദന ജനിപ്പിക്കുന്ന കാര്യം. ഈ മേഖലയിലൊക്കെ തന്നെ ഈ റോഡിന്റെ പണി ദ്രുതഗതിയിൽ നടക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുകയും കാര്യമായിട്ട്, അതായത് മറ്റു വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾ റോഡിലേക്ക് ഇറങ്ങി വന്ന് ഗതാഗതം നിയന്ത്രിക്കാൻ നോക്കിയെങ്കിലും കാര്യമായിട്ടുള്ള ഫലമുണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. കാര്യമായിട്ട് പോലീസും, കാരണം നമുക്കറിയാം ദേശീയപാത ആയതുകൊണ്ട് തന്നെ പോലീസൊന്നും കാര്യമായിട്ടുണ്ടാകുന്ന ഒരിടമല്ല. പരമാവധി ആളുകൾ തന്നെ സഹകരിച്ച് വാഹനം കയറ്റിവിടാൻ ശ്രമിച്ചെങ്കിലും അതിനും ഫലമുണ്ടായില്ല. എന്തായാലും ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ്. 2 ആംബുലൻസിലെയും ഡ്രൈവർമാർ പറയുന്നത് സാധാരണഗതിയിൽ വേഗത്തിൽ ഇത്തരം രോഗികളുമായി പോകുമ്പോൾ ആശുപത്രിയിൽ എത്തുന്നതാണ്. എന്നാൽ ഇത്തവണ വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്കാണ്. അവിടെ നിന്നും ഒരു അടി പോലും മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചത് എന്നുള്ളതാണ്. റിജിത്തെ, ശരി. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ ആംബുലൻസുകൾ ബ്ലോക്കിൽപ്പെട്ട് ചികിത്സ വൈകിയതിനെ തുടർന്നാണ് 2 രോഗികൾ മരിച്ചിരിക്കുന്നത്.